സ്റ്റാർട്ട് ചെയ്യും. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു കേക്ക് കട്ടിങ് ആണ് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കേക്കാണ്. അപ്പോൾ എൻ്റെ ആശേച്ചി എന്നാണ് കേട്ടോ, ആശേച്ചിയും ചന്ദ്രേട്ടനും. അപ്പോൾ താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണത് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആശയ്ക്ക് പണിയായതുകൊണ്ട് വരാൻ കഴിയില്ല. നമ്മളെ ആശേച്ചി എന്ന ഐസ്ക്രീം കേക്കാണ്, അടിപൊളി കേട്ടോ, സൂപ്പർ കേക്കാണ്. ആശേച്ചിക്കും ചന്ദ്രേട്ടനും പ്രത്യേകം താങ്ക്സ്. ഈദ് മുബാറക്. നമ്മളെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ഈദ് മുബാറക്. ഇതുവരെ നമ്മളെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് എൻ്റെ വക കേട്ടോ. കണ്ടിട്ടന്നെ അതാ ഞാൻ പ്ലേറ്റ് അടച്ചത്. ഉള്ളിയാണ്. ഓക്കെ, മുള നീ കേട്ടോ. ടേസ്റ്റ് ചെയ്തോ, ടേസ്റ്റ് ചെയ്തോ. പ്ലേറ്റ് പറയണ്ടോ? പ്ലേറ്റ് വേറെ തരാം. അതിൽ തന്നെ ഇട്ടാ നല്ല ചൂടല്ലേ ക്ലൈമറ്റ്, വളരെ വേഗതാവും. ഐസ്ക്രീമാണ് ഇത്, ഫ്രീസറിലായിരിക്കും വെക്കണ്ടിണ്ടാവും കേട്ടാ. അത് ഇവളാ ഫ്രിഡ്ജിൽ വെച്ചത്. ഞാനുണ്ടേ നോക്കട്ടെ, ഞാൻ നോട്ടെ. ഷുഗർ മിക്കവാറും അടിച്ചു കയറും. ആ ചിക്കൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം, എന്നിട്ട് വെക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈദിൻ്റെ ഡേ ആണ് ഞാൻ എടുത്തത് കേട്ടോ. തലേന്നും പിറ്റേന്നുമായിട്ട് 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾക്ക് കുറേ ഗസ്റ്റ് ഉണ്ട്. എൻ്റെ 2 ആങ്ങളാരും ഓരോ ഭാര്യമാരും മക്കൾ, അതുപോലെ തന്നെ ഉമ്മ, എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ വന്നു, പിന്നെ വൈകിട്ടാണ് തിരിച്ചു പോയത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ലൊരു പായസം ഉണ്ട്. ഞാൻ എൻ്റെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചക്കപ്പായസമാണ് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെ ഞങ്ങൾ മൈലാഞ്ചി ഇടുന്ന ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ കയ്യിലും ലിയാൻ്റെ കയ്യിലുമാണ് മൈലാഞ്ചി ഇട്ടത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നല്ല നല്ല വീഡിയോസ് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലൊന്ന് കയറി നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ തലേന്നാണ് കേട്ടോ. നാളെയാണ് പെരുന്നാൾ. അപ്പോൾ ഫലൂദ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാനൊരു ഫലൂഡ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് വെച്ചതാണ്. മൊത്തം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചതാണിത്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ഈത്തപ്പഴം ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് അത്തിപ്പഴമാണ്, നമ്മളെ ഫിഗ്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കയ്യിലുള്ള പോലെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫലൂഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറേ കളർഫുള്ളൊന്നും ആക്കണില്ല. കളർഫുള്ളും അങ്ങനെ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്യണ അതൊന്നുമില്ല. സിമ്പിളായിട്ട് കുറച്ച് ഒരുപാട് നട്ട്സും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 കപ്പ് പഞ്ചസാരയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തലേന്ന് തന്നെ ഇങ്ങനെ പഞ്ചസാരയിൽ ഇട്ട് വെച്ചാലാണ് ഫലൂഡയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, അത്തിപ്പഴം, അതേപോലെ തന്നെ ഫിഗ്, അല്ല അത്തിപ്പഴം ഫിഗ് ഒന്നാണ്, ഈത്തപ്പഴം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ പഞ്ചസാര കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതിനെയും ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നാളെ ആകുമ്പോഴത്തേക്കാണ് ഈ ഒരു പഞ്ചസാര കലിഞ്ഞ് ഇതിൽ നല്ല സെറ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് ഞാനൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇത് മൂടിയതിൻ്റെ ശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നാളത്തേക്ക് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഫലൂഡയ്ക്ക് വേണ്ടിയിട്ടുള്ള അത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീനിൽ മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാളെ മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആവോലി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അസ്ലങ്ക ഉള്ളതുകൊണ്ടാണ് കേട്ടോ മീൻ ബിരിയാണി ചെയ്യുന്നത്. മൂപ്പർക്ക് മീൻ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഞാൻ എൻ്റെ ഹോം മെയ്ഡ് ബിരിയാണി മസാല ആണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഇഞ്ചി അരച്ചതാണ് ഇടുന്നത്, പിന്നെ വെളുത്തുള്ളി അരച്ചത്, പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ വിനെഗറല്ല, സോറി, ലെമൺ ജ്യൂസ്. ലെമൺ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ലെമൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനെഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കട്ടെ. കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു മസാല വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് ലിയാനാണ്, ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഓരോ മീനും ഇതിലൊന്ന് മുക്കിയിട്ട് ഒന്ന് മസാല തേച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നാളത്തേക്ക് കുറച്ച് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മൊത്തം മസാല, ബിരിയാണിക്കുള്ള മസാല തേച്ചതാണിത്. അപ്പോൾ അതവിടെ മാറ്റി വെക്കുക. ഇതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാൽ മതി. എന്നാൽ നാളത്തെ പണിയൊക്കെ കുറച്ച് എളുപ്പമായിട്ട് കിട്ടും.
പിന്നെ ഇപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് കുറച്ച് അയക്കോറ മീനാണ്. അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രീലങ്ക ഉള്ളതുകൊണ്ട് ഫുള്ള് മീൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊരിക്കാനുള്ള മസാലയാണിത്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടിയാണ് എടുക്കുന്നത്. വലിയൊരു കയ്യിൽ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാശ്മീരി മുളകാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ നിറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ലെമൺ ജ്യൂസ് ബാക്കിയുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി, ഒരു അധികം കട്ടിയൊന്നും വേണ്ട, ഒരു കുറച്ച് ലൂസായിട്ടുള്ള ഒരു മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഇതും നമ്മൾ ഓരോ മീനെടുത്തിട്ട് ഇല്ലൊന്ന് മുക്കിയിട്ട് ഒന്ന് മസാല വെച്ചിട്ട് അവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ പെട്ടെന്ന് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും പണികളാണ് ഞാൻ തലേന്ന് ചെയ്ത് വെക്കൽ കേട്ടോ. മീനോ ഇറച്ചിയോ കോഴിയോ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ കോഴിയായാലും മീനായാലും ഇറച്ചിയായാലും ഞാനത് തലേന്ന് തന്നെ അവിടെ മസാല പരട്ടി അവിടെ വെച്ചേക്കും. എന്നാൽ പിന്നെ പിറ്റേന്നൊക്കെ എളുപ്പമാവുമല്ലോ. അപ്പോൾ അതാ മൊത്തം ഇത് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ മൂടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇത് നാളത്തേക്ക് അങ്ങ് നല്ലോണം മസാലയൊക്കെ പിടിച്ചോളൂ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മൈലാഞ്ചി ഇടാനാണ് തുടങ്ങുന്നത്. ഇപ്പം ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ മൈലാഞ്ചി ഇടാൻ ലിയാൻ്റെ കൈമലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇടാന്ന് പറഞ്ഞാൽ മൈലാഞ്ചി വരക്കാനൊന്നും എനിക്കങ്ങനെ അറിയുന്ന ആളൊന്നുമില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരാളെ കൊണ്ടുവരാനൊന്നും കഴിയില്ലല്ലോ. നമുക്കറിയുന്ന പോലെ ചെറുതാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കും. പിന്നെ പെരുന്നാളായതുകൊണ്ട് സുന്നത്താണല്ലോ ഇടൽ. അതുകൊണ്ട് എന്തായാലും ഇടും. നമ്മൾ ഇടാണ്ട് നിൽക്കലില്ല. അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കലൊന്നുമില്ല കേട്ടോ. നമുക്കറിയുന്ന പോലെ നമ്മൾ ഇടും. എന്താ പറയുക, അതിലങ്ങനെ ഒരു മോശമൊന്നും വിചാരിക്കാനൊന്നുമില്ല. നമുക്കറിയുന്ന പോലെ നമ്മളങ്ങ് കയ്യിലിടാം. അപ്പോൾ ലിയാനൻ്റെ ഒരു കൈയാണ് ഇത്. ഒരു കയ്യിൽ ഞാൻ ഫുൾ ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓളൊരു ഡിസൈന് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വരയ്ക്കുന്നത്. പക്ഷേ അത് വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഓൾ കാണിച്ചു തന്ന ഡിസൈനൊന്നും അല്ല ആയത്, വേറെ ഡിസൈനാണ് ആയത്. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തെല്ലോ ആക്കിയിട്ട് അതങ്ങ് ഫുള്ളാക്കി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ കാണിച്ചു തന്ന ഡിസൈൻ ഞാൻ കാണിക്കുമ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഡിസൈനൊന്നും കാണിച്ചു തന്നിട്ടൊന്നും കാര്യമില്ല, എന്നെക്കൊണ്ട് കഴിയൂല അതൊന്നും വരക്കാൻ. അപ്പോൾ അത് ഏകദേശം ഓൾ കാണിച്ചു തന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒന്നും ആയില്ലെങ്കിലും ഏകദേശം. അപ്പോൾ ഓളെ ഒരു കൈ ഇവിടെ ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ അധികം നിറച്ചിടുന്നതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു ഭാഗത്തേക്കാക്കി ഇടാനാണ് പറഞ്ഞത്. ഓൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മെലിഞ്ഞതാക്കി ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഞാനിടുമ്പോൾ എങ്ങനെയായാലും തടിച്ചു പോകും. ഇതോളെ രണ്ടാമത്തെ കൈയാണ്, ഇപ്പുറത്തെ കൈക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതും ഇതേപോലെ തന്നെ ഒരു പിക്ചർ കാണിച്ചു തന്നിട്ട് അതുപോലെയാണ് വരയ്ക്കുന്നത്. പക്ഷേ അതുപോലെ ഒന്നും ആയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഇത് പിന്നെ മറ്റേനെക്കാട്ടിലും കുറച്ചും കൂടെ ശരിയായിന്ന്. മറ്റേത് ആ പിക്ചറിൽ അതുപോലെ ആയിട്ടേ ഇല്ല. അപ്പോൾ ഇതും രണ്ടാമത്തെ കൈയൊപ്പം ഏകദേശം ഒന്ന് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടിയില്ല അല്ലേ? എല്ലാവരും അറിയിക്കുക നിങ്ങളെ ഇതൊക്കെ എങ്ങനെ ആഘോഷിച്ച്, അടിപൊളിയായിരുന്നു. എന്താണ് ചോറ് ഉണ്ടാക്കിയത്, മീൻ ബിരിയാണിയാണോ കോഴി ബിരിയാണിയാണോ എന്താണെന്നുള്ളതും പറയുക കേട്ടോ. അപ്പം നമ്മളെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ ഒരു ഇതെങ്ങനെയാണ് ആഘോഷിച്ചതെന്നുള്ളത് പിന്നെ നല്ല സന്തോഷമാണ്. കാരണം ശ്രീലങ്കയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കൊറോണ ഒക്കെ വന്ന സമയത്ത് മൂപ്പരവിടെ നമ്മളിവിടെയൊക്കെ ആയിട്ടായിരുന്നു. ഈ പ്രാവശ്യം എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് നല്ല സന്തോഷം. അപ്പോൾ ഇതാ ഓളെ രണ്ടാമത്തെ കൈ ഞാൻ ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളതും ഇവിടെ ഫുള്ളായിട്ട് അവളെ രണ്ട് കൈയിലും ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഞാൻ എന്തെങ്കിലും ഒന്ന് വരക്കുകയാണ്. ഞാനും പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്നായിട്ട് അങ്ങ് വരച്ചു വിടും കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കൈയാണ്, എൻ്റെ കയ്യിൽ ഒരു കൈയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ഒരു കയ്യിൽ ഞാനും ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ ഇപ്പുറത്തെ കയ്യിൽ ഇടാൻ കഴിയൂലല്ലോ, നമുക്കത് ഇടാൻ കഴിയാത്തതുകൊണ്ട് ഒരു കയ്യിലേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ ഈദ് ഡേ തുടങ്ങി ഇന്ന് സുബൈക്ക് എണീച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ചായക്ക് വെച്ചതാണ്. ഫസ്റ്റ് തന്നെ ചായയാണ് ആക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഡെയിലി രാവിലെ നമുക്കിതൊരു ശീലമാവുമല്ലോ. അപ്പോൾ അതിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് പാൽപ്പൊടി, ഞങ്ങൾ പാലല്ല കേട്ടോ, പാൽപ്പൊടിയിലാണ് ചായ ഉണ്ടാക്കൽ. അപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഈ ചായ കിട്ടൽ നിർബന്ധമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും ചായ കുടിക്കലിൽ നമ്മൾ കുറച്ച് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ആച്ചിയും ബാസിയൊക്കെ ചായൻ്റെ മരമാണ്. ഇപ്പോഴും കുറേ ചായ വേണം. അത് നല്ല സ്ട്രോങ് ചായ ആയിരിക്കണം. ഒരു ലൈറ്റ് ചായ ഒന്നും ഒരു കുടിക്കുകയില്ല. നല്ല സ്ട്രോങ് അങ്ങനത്തെ ചായയാണ് ഒരു കുടിക്കുകയും ചെയ്യാം. ചായ ഭയങ്കര ഇതാണ്. കട്ടൻ ചായ കുടിക്കുകയില്ല കേട്ടോ, അതാണ്. അപ്പോൾ അത് ചായ എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചായ കുടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങാം. ഇതിൻ്റെ കൂടെ നമ്മൾ രാവിലെ ചായൻ്റെ കൂടെ പള്ളി പോണതിന് മുന്നേ കഴിക്കുന്ന സാധനമാണ് ഈ ഒരു കറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കറിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിടിക്കറി ആയിട്ടും ഒരുപാട് തരത്തിലുള്ള കറി, വെറൈറ്റി കറികൾ ഞാൻ ചെയ്തിട്ടുണ്ട് കുറേ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉന്നക്കായി വെച്ചിട്ടുള്ള കറിയാണ്. എൻ്റെ പെങ്ങൾ സൂർച്ച ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം സൂർച്ച പറഞ്ഞു നിങ്ങൾ ഉണ്ടാക്കണ്ട, നിങ്ങൾക്കും കൂടി ഉള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ ഓൾറെഡി എനിക്കിവിടെ ഒരുപാട് പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ പെങ്ങൾ പറഞ്ഞ് നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഉന്നക്കായി വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇതാണ് നമ്മൾ ചായൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. അപ്പോൾ ചായ കൂടി കഴിഞ്ഞു. ചായയും കറി, അതിന് കറി എന്നാണ് പറയുക, സീറായൊക്കെ കറി. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നാസ്തക്കുള്ള പണിയാണ്. അപ്പോൾ നാസ്ത ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പൂരിയാണ് കേട്ടോ. സാധാരണ നമ്മൾ പെരുന്നാളിന് രാവിലെ നെയ്പത്തിരിയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇവിടുത്തെ ചൂടിൻ്റെ കടുപ്പം കൊണ്ട് എന്താ പറയുക, കുറേ നേരം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആവണ പൂരി ആക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇന്ന് പൂരിയാണ് ആക്കിയത്. പിന്നെ ആണെങ്കിൽ ഉച്ചക്കത്തേക്ക് ഇന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഫുഡ് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുറച്ച് എളുപ്പത്തിലുള്ളതാണ് ആക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ പോത്തിറച്ചി കിട്ടീന്. അപ്പോൾ അത് ഞാൻ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പൊരിച്ചത്. അപ്പം ബീഫ് പൊരിച്ചതും പൂരിയാണ് ഇന്ന് രാവിലെ നാസ്തക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളെ നാസ്തയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ പായസത്തിൻ്റെ പണിയാണ് തുടങ്ങുന്നത്. ഇത് എൻ്റെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ ഒരു പായസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ചക്കപ്പായസമാണ് ഉണ്ടാക്കുന്നത്. ചക്ക മിക്സിയിൽ അടിച്ച് വെച്ചതാണിത്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇവിടെ ഉണ്ടായ ചക്കയാണിത്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വരിക്കച്ചക്കയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഇതിലുള്ള വെള്ളം ഒന്ന് വറ്റാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ ഉരുളി കാണണം, അതാണ് പാകം. ഇതിലേക്ക് ഒരു 3/4 കിലോ ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ് കേട്ടോ. 3/4 കിലോ ഉണ്ട്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ പകലിങ്ങനെ എല്ലാവരും വരുമല്ലോ. ഇസ്ലാം ഏട്ടൻ്റെ മക്കളും നമ്മളെ കുടുംബക്കാരൊക്കെ ആയിട്ട് ഓരോരുത്തർ വരും പള്ളി കഴിഞ്ഞാൽ. അപ്പോൾ അവർക്കൊക്കെ കുടിക്കാൻ കൊടുക്കാനും കൂടിയാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ശർക്കര ഒഴിച്ചിട്ട് അതൊന്ന് വറ്റാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 2ാം പാൽ ഒരു 2-2.5 ലിറ്ററോളം 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ചൗവരി വേവിച്ച് വെച്ചതാണ്. നമ്മൾ സാബൂനരി എന്ന് പറയുന്ന സാധനം, അത് നന്നായിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു സാബൂനരിയും ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് കുറുകാൻ നിൽക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും അതിൽ കിടന്നിട്ട് ഇങ്ങനെ തിളക്കട്ടെ. 2ാം പാലാണ് വെച്ചത്, 1ാം പാലല്ല. അപ്പോൾ അത് നന്നായിട്ട് ഇത് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് തിളച്ച് കുറുകാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കിട്ടുന്ന ചൗവരി ഞാൻ വാങ്ങിയ സമയത്ത് ഭയങ്കര വലുതാണ്. കുറച്ച് ശരിക്കും നമ്മളൊരു ജെല്ലി പോലെയൊക്കെയാണ് ഉള്ളത്. ഒരു ചെറിയ സാബൂനരി പോലെയല്ല, വലുതാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതൊന്ന് കുറുകാൻ തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ വേണ്ട. 1ാം പാൽ ഒഴിക്കുന്ന സമയത്ത് തീ വേണ്ട. പ്രത്യേകിച്ച് ഇത് ഉരുളി ആയതുകൊണ്ട് ഉരുളിക്ക് നല്ല ചൂടുണ്ടാവും, പെട്ടെന്ന് അങ്ങ് ചൂട് പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യലാണ് നല്ലത്. അപ്പോൾ ഞാൻ 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഉരുളിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീ ഓഫാക്കി കൊടുക്കണം കേട്ടോ. ചെമ്പിലാണെങ്കിൽ അത്ര പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഞാൻ ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ഏലക്കായിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, തിരക്കിലായതുകൊണ്ട് അതും കൂടാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഇന്നലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രൂട്ട്സാണിത്. ഫ്രൂട്ട്സും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നമ്മൾ മിക്സാക്കി വെച്ചില്ല, അതാണിത്. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സേമിയയും ചവ്വരിയും കൂടെ പാലിൽ വേവിച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സേമിയയും നമ്മളെ ചവ്വരിയും അതും നല്ലോണം ഇതിലേക്ക് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു സാബൂനരിയും സേമിയയും ഫ്രൂട്ട്സും എല്ലാം കൂടെ നന്നായിട്ട് കിട്ടണം. അപ്പോൾ അത് കണ്ടില്ല, ഇങ്ങനെയാണ് ഇത് മിക്സാക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്നത് കറക്റ്റ് മെത്തഡൊക്കെ ശരിയാണ്, പക്ഷേ ഇതങ്ങനെ കളർഫുള്ളൊന്നും ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ എന്താ പറയുക, സിറപ്പുകളോ അങ്ങനത്തെ ഒന്നും ഞാനിന്ന് ഇടുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോ ഉണ്ട്, റോയൽ ഫലൂഡ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള കുറച്ച് ഉള്ളിയാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീം ബിരിയാണിയാണ് ഇന്ന് വെക്കുന്നത്. ആവോലി വെച്ചിട്ടാണ് ബിരിയാണി ചെയ്യുന്നത്. പിന്നെ പൊരിച്ചത് ഞാനിപ്പോൾ അയക്കോറാണ് പൊരിച്ചത്. അപ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളി വേണം. അപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ബിരിയാണി ഞാൻ കുറേ കാണിച്ചതുകൊണ്ട് ഇന്നിപ്പം ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ മസാല തേച്ചത് കാണിച്ച ആ ഒരു ആവോലിയാണിത്. ഇത് ഞാൻ പൊരിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു ലെയറിൽ അടിയിൽ മീൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ പിന്നെയും മസാല വെച്ച് അതിൻ്റെ മേലെ കുറച്ചും കൂടെ മീൻ വെച്ച് കൊടുത്തതാണ്. പിന്നെ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് വിളമ്പണ സമയത്ത് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇതവിടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ചോറിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ചോറ് ഞാൻ അരി വറുത്തിട്ടാണ് ഈ ചോറ് വെക്കുന്നത്. അപ്പോൾ ഞാൻ നെയ്യിൽ എന്താ പറയുക, പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ടതിന് ശേഷം അരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊരു പിന്നെ കാണുന്ന നേരം ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചുരുക്കിയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബോറടി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനതാ ചോറും ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്, അതാവട്ടെ. ഇപ്പോൾ അതാ നമ്മളെ ചോറും മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി പെട്ടെന്ന് ഇതൊന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.5 കിലോ അരിയാണ് എടുത്തത്. അതുപോലെ തന്നെ 2 കിലോ മീനുമാണ് ബിരിയാണി വെച്ചത്. പിന്നെ 1 കിലോ അയക്കോറാണ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്.
അപ്പോൾ അത് ഫുള്ള് ദം ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചെറിയ തീയിലേക്ക് വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അണ്ടി മുന്തിരി അതുപോലെ തന്നെ ഉള്ളി ബിരിയാണി മസാല അതുപോലെ തന്നെ ഇത് ചെറുനാരങ്ങൻ്റെ നീരിൽ കുറച്ച് കളറാക്കിയതാണ്, അത് ഒഴിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് റോസ് വാട്ടർ ഒന്ന് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദം ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. എടുക്കണോ? അതിനെ വെട്ടി കൊടുക്കല്ലേ? ഇത് മറ്റേ കളവന്തി പോയടി ഫുള്ളായിട്ട്. എല്ലാരും വന്നിരുന്നാ അങ്ങനെയല്ല അപ്പുറത്തെ എല്ലാരും കൂടി ലോട്ട് എടുക്കണ്ടേ? സ്റ്റാർട്ട് ചാമ്പിക്കോ. നീ ബാക്കി അവിടെ കട്ട് ചെയ്തോ. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 2 ആങ്ങളാരാണ് ഇത് കേട്ടോ, ഉമ്മയും ആങ്ങളാരെ ഭാര്യമാരുമാണ്. അപ്പോൾ ഇത് ഷെമ്മിയാണ്, എൻ്റെ നേരെ അനിയന്. ഷെമ്മിനെ കുറേ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കാനൊക്കെ ഓനെന്നാണ് ഉഷാറ്. അപ്പോൾ നമ്മളിപ്പം ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറുന്നാൻ മതി എന്നുള്ളതിൽ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെയാണ് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല മഴയും എന്നിട്ട് ഒരു കുറവുമില്ല, ഇന്നും നല്ല ചൂട് തന്നെയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് അഫ്സിയാണ്, ഷെമ്മിൻ്റെ ഭാര്യ കേട്ടോ. അഫ്സി അൽസ അവിടുന്ന് കോഴിക്കോട് നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അൽസ. അതിലേക്ക് കുറച്ച് ഉള്ളിയും നെയ്യിൽ ഉള്ളിയും അണ്ടിപ്പരിപ്പും അങ്ങനത്തെ എല്ലാം ഒന്ന് വറവിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് അൽസ റെഡി ആവുമല്ലോ. ഇത് ഫൈമിൻ്റെ എൻ്റെ ചെറിയ അനിയൻ്റെ ഭാര്യയാണ് ലാമി കേട്ടോ. പിന്നെ ഇന്നൂസാണ് ഷെമ്മിൻ്റെ മോനാണത് ചെറുത്. അപ്പോൾ അത് നമ്മളെ ദമ്മ് പൊട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ചോറിന് അപ്പോൾ ചോറൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഫലൂഡ നമ്മൾ ഓരോ ഗ്ലാസ്സിലാക്കുകയാണ്. അപ്പോൾ അടിയിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലാണ് നമ്മൾ ഫ്രൂട്ട്സും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സ്, സേമിയ, സാബുനരി, നട്ട്സ് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മേലെ കുറച്ചും കൂടെ ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് പണിയൊന്നും ഉള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊന്നും അങ്ങനെ കളർഫുള്ളൊന്നും ആക്കിയിട്ടില്ല. പിന്നെ റോസ് സിറപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുക, ഒരുപാട് ജെല്ലികൾ ചേർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.